ഒടുവിൽ തന്നെ വെട്ടിയത് അലുവ അതുലെന്നാണ് കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റ അനീറിന്റെ മൊഴി. തന്നെ വെട്ടുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് 3 പേരെന്നും അനീർ മൊഴി നൽകി. കൊലപാതകത്തിന് മുൻപ് അക്രമി സംഘം പോലീസ് കസ്റ്റഡിയിലുള്ള കുക്കുവിന്റെ വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇനി ഈ സംഭവത്തിന്റെ അന്വേഷണം അത് ഏത് രീതിയിലായിരിക്കും? ഇതിനകം അന്വേഷണ സംഘം ശേഖരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ പോലീസ് ആകെ അങ്കലാപ്പിലാണ്. കാരണം കൊലപാതകം നടന്ന ഏകദേശം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം തന്നെ ലഭിക്കുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിന്റെ വലിയ പ്രശ്നം ഈ പോലീസിനുള്ളിൽ തന്നെയുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കരുനാഗപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി പ്രതികൾക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു. 2 പ്രതികൾ കൈവെള്ളയിൽ കിട്ടിയിട്ടും അവരെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിനെ ഇപ്പോൾ നിലവിൽ അങ്കലാപ്പിലാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നിലവിൽ പറയുന്നത് ഈ പ്രതികൾ നിലവിൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനിയായ പങ്കജ് ഇന്ന് രാവിലെ അടക്കം വീട്ടിൽ ചെന്നിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പങ്കജ് വീട്ടിൽ നിന്നും ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിനുശേഷം പിന്നീട് പങ്കജ് എവിടേക്ക് പോയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ പങ്കജിന്റെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ ഫോൺ ഡീറ്റെയിൽസ് അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ചില നിർണായക വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അനീറിന്റെ മൊഴിയാണ് ഇതിൽ ഏറ്റവും സഹായകരമായി പോലീസ് കരുതുന്നത്. കാരണം ഈ കൊലപാതക ശേഷം ഈ കൊലപാതക സംഘം സഞ്ചരിച്ച വാഹനം വവ്വാക്കാവ് വഴി വയനകത്തേക്കാണ് പോയത്. വവ്വാക്കാവിൽ വെച്ച് ഈ അനീറിനെ വെട്ടിയത് അലുവ അതുൽ എന്ന വയനകം സംഘത്തിലെ പ്രധാനിയാണ് എന്ന മൊഴിയാണ് അനീർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ സംഘത്തിൽ ഈ വെട്ടുന്ന സമയത്ത് അതുലിനൊപ്പം 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മൊഴിയിൽ പറയുന്നത്. ഇതാരൊക്കെയാണ് എന്ന കാര്യത്തിൽ കൂടി പോലീസിന് ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുകയാണ്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഈ എല്ലാ സംഘങ്ങളും ഈ കൊലപാതകത്തിൽ നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത സംഘം അത് ഒരുമിച്ചല്ല, വിവിധ ഇടങ്ങളിലായി ഇവർ സ്പ്ലിറ്റ് ചെയ്തു മാറിയിട്ടുണ്ട്. അതാണ് ഈ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് ഒരു പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പോലീസ് സംഘം സംശയിക്കുന്നത്. എന്തായാലും ഈ ജില്ല വിട്ട് കടന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം ഇത്ര വേഗത്തിൽ പോകുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിന്റെ വലിയ പ്രശ്നം സേനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കുടിപ്പക ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ അത് കുറേ കാലമായി തുടരുകയാണ്. നമ്മൾ ശരിക്കും സിനിമയിൽ മാത്രമൊക്കെ കണ്ടിരുന്ന കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.